ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഫില്ലി ടോക്സിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിന്റെ ഒരു ഫോൾ ആണ് കണ്ടത്. നമ്മൾ വെനസ്ഡേ ആണ് ക്ലോസിംഗ് ലാസ്റ്റ് ചെയ്തത്. അത് 23,309 ക്ലോസ് ചെയ്തത്. തേഴ്സ്ഡേ നമുക്ക് അവധിയായിരുന്നു, മാർക്കറ്റ് അവധിയായിരുന്നു. പിന്നെ മൂവ് ചെയ്തത് ഇന്നത്തെ ഫ്രൈഡേ ആണ് മൂവ് ചെയ്തത്. ഇന്ന് മൂവ് ചെയ്തതും മാർക്കറ്റ് വോളറ്റൈൽ ആയിട്ടാണ് മൂവ് ചെയ്തത്. ഞാൻ ജസ്റ്റ് 1 അവർ ചാർട്ടിൽ എടുത്ത് കാണിക്കാം. നമ്മൾ മാർക്ക് ചെയ്തിരുന്ന ഞാൻ ജസ്റ്റ് ഒന്ന് മിനിമൈസ് ചെയ്തോട്ടെ. നമ്മൾ മാർക്ക് ചെയ്തിരുന്ന 23,000 സപ്പോർട്ട് 1 ബ്രേക്ക് ഔട്ട് ആയിട്ട് പോയി. ഏകദേശം -486 ഡൗൺ പോയിന്റ്സ് ആണ് ഡൗൺ മൂവ്മെന്റ് നടക്കിയത്, 2.09%. പിന്നെ അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ വരച്ചിരുന്ന സപ്പോർട്ട് 53,000 സപ്പോർട്ട് 1 ആയിരുന്നു. അത് ബ്രേക്ക് ഔട്ട് ആയി. പിന്നെ എടുത്ത് പറയാനുള്ള കാര്യം 300 പോയിന്റ്സ് ഗ്യാപ്പ് കംപ്ലീറ്റ്ലി ക്ലോസ് ആയി. പിന്നെ നമ്മുടെ ഫിൻ നിഫ്റ്റിയിൽ നോക്കുവാണെങ്കിൽ ഫിൻ നിഫ്റ്റിയിൽ 129 പോയിന്റ്സ് ഉണ്ടായിരുന്ന ഗ്യാപ്പ് ഞാനിവിടെ പറഞ്ഞിരുന്നു. ഒരു നല്ലൊരു ബെയറിഷ് ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടായിരുന്നെങ്കിൽ മാർക്കറ്റ് ഡൗൺ മൂവ്മെന്റ് നടക്കുമെന്ന്. അതുപോലെ തന്നെ 24,700 സപ്പോർട്ട് 1 ഇന്ന് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ആയി. ഇന്ന് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് തന്നെയാണ് ഓപ്പൺ ചെയ്തത്. എന്നിട്ട് ബ്രേക്ക് ഔട്ട് ആയി. മാർക്കറ്റ് 24,398 ഇന്ന് ഫ്രൈഡേ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സെൻസെക്സിൽ സംഭവിച്ചിരിക്കുന്നത്, സെൻസെക്സിൽ നമുക്ക് പ്രത്യേകിച്ച് ഗ്യാപ്പ് ഒന്നും ഇല്ലായിരുന്നു. ഗ്യാപ്പ് ഒക്കെ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് അത് ഇന്നത്തെ ഫോളോട് കൂടി ക്ലോസ് ആയി. ഒരു ചെറിയ ഗ്യാപ്പ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, അത് ഇന്നത്തെ ഫോളോട് കൂടി ക്ലോസ് ആയി. പിന്നെ സെൻസെക്സിൽ ഉണ്ടായിരുന്ന 330 പോയിന്റ്സ് ഗ്യാപ്പ് ആയിരുന്നു, അത് ഇന്നത്തെ ഫോളോട് കൂടി ക്ലോസ് ആയി. പിന്നെ സെൻസെക്സ് ക്ലോസ് ചെയ്തത് ഇന്ന് 73,664 അപ്പൊ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് മാർക്കറ്റ് ബെയറിഷ് ആയിട്ടാണ് മൂവ് ചെയ്തത്. സെൻസെക്സ് നോക്കിക്കഴിഞ്ഞാൽ 1,690 പോയിന്റ്സ്, ഫിൻ നിഫ്റ്റി 1,683 പോയിന്റ്സ്, ബാങ്ക് നിഫ്റ്റി 1,433 പോയിന്റ്സ്, നിഫ്റ്റി 50 486 പോയിന്റ്സ്. അങ്ങനെയാണ് മാർക്കറ്റ് ഇന്ന് ക്ലോസ് ആയത്. ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീക്ക്ലി അനാലിസിസ് വീഡിയോ നമ്മൾ നാളെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാം, നമ്മൾ പറഞ്ഞിരുന്ന ക്യാൻഡിൽ കൺഫർമേഷൻസ് ഒക്കെ ടെക്നിക്കൽസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ശരിയായി നമ്മൾ പറഞ്ഞിരുന്നു. വോർ ആയത് കാരണം മാർക്കറ്റിൽ ആ വോളറ്റിലിറ്റി ഉണ്ടാവുന്ന ആ വോളറ്റൈലാണ് ഇപ്പോൾ മാർക്കറ്റിൽ കാണിക്കുന്ന അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്സ്. അപ്പൊ ഇങ്ങനെയുള്ള സമയങ്ങളിൽ മാർക്കറ്റിൽ കറക്റ്റ് ആയിട്ട് ഇതുപോലെ ഞാൻ സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ മാർക്ക് ചെയ്യുന്ന പോലെ കറക്റ്റ് ആയിട്ട് ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ലെവൽസ് അറിഞ്ഞ് അതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി, വോറിന്റെ സമയത്താണെങ്കിൽ നിങ്ങൾക്ക് വിചാരിച്ച പോലെയുള്ള ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഞങ്ങളുടെ കോഴ്സിൽ വന്ന് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്ററി എന്നാണ് കോഴ്സിന്റെ പേര്. കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്ററി എന്നാണ് കോഴ്സിന്റെ പേര്. നമ്മൾ ഓൺലൈനും ഓഫ്ലൈനും കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫേസ് ടു ഫേസ് ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സസ് ആണ് ചെയ്യുന്നത്. കൂടാതെ റെക്കോർഡിംഗ്സ് വിത്ത് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ലൈഫ് ടൈം ലേണിംഗ് ഡാഷ്ബോർഡ് ആക്സസ് കൊടുക്കുന്നുണ്ട്. റിയൽ ടൈം വാട്സ്ആപ്പ് സപ്പോർട്ട്, ക്വസ്റ്റ്യൻ ആൻസർ ക്ലിയറൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്യാത്ത കാര്യം ലെവൽസ് പറഞ്ഞു കൊടുക്കുന്നില്ല. ഇന്ന സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്നോ, ഇന്ന സ്ട്രൈക്ക് പ്രൈസിൽ പർച്ചേസ് ചെയ്യുന്നോ പറയുന്നില്ല. നമ്മൾ പ്യുവർ എഡ്യൂക്കേഷൻ ആണ്. ഞാൻ എങ്ങനെ ചെയ്യുന്നോ അതുപോലെ തന്നെ നിങ്ങളെ ആക്കി തരാൻ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ സ്വയം തന്നെ ലെവൽസും ഇതൊക്കെ മാർക്ക് ചെയ്യാൻ ഈ കോഴ്സ് തീരുന്നതോടെ പഠിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടേതായ സ്ട്രാറ്റജി ബിൽഡിംഗ് ഫ്രെയിം വർക്കും നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത സ്ട്രാറ്റജീസും ഓൾറെഡി ഉള്ള സ്ട്രാറ്റജീസ് ആയ സ്ട്രാഡിൽ, സ്ട്രാങ്കിൾ ഇതൊക്കെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും കോഴ്സിന്റെ അകത്ത്. ഇതിന്റെ ഒപ്പം സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ നമ്മൾ കൊടുക്കും. കോഴ്സിന്റെ അകത്ത് കവർ ചെയ്യുന്നത് മെയിൻ ആയിട്ട് പാറ്റേൺസ്, ഫിബൊനാച്ചി, പ്രൈസ് ആക്ഷൻ, കാൻഡിൽ അനാറ്റോമി, ടെക്നിക്കൽ അനാലിസിസ്, സെന്റിമെന്റൽ അനാലിസിസ്, വോളിയം അനാലിസിസ്, സ്ട്രാറ്റജീസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് ടെസ്റ്റ് ചെയ്ത സ്ട്രാറ്റജീസ്, പിന്നെ ഹൗ ടു ടേക്ക് ആൻ എൻട്രി, എപ്പോൾ എക്സിറ്റ് ചെയ്യണം, പിന്നെ ഇമോഷണൽ ട്രേഡിംഗ് കൺട്രോൾ അതെങ്ങനെ ചെയ്യണം. കാര്യം മിക്കവർക്കും ഓവർ ട്രേഡിംഗ് ചെയ്താണ് വലിയ ലോസസ് ഉണ്ടാകുന്നത്. മിനിമം ലോസിൽ എങ്ങനെ പുറത്തിറങ്ങാം, റൈറ്റ് ട്രേഡ് എങ്ങനെ എടുക്കാം. ഒപ്പം നമ്മൾ ബോണസ് ആയ ടെക്നിക്കൽ അനാലിസിസ് എന്ന മോഡ്യൂൾ 9999 ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. 9999 ആണ് കോഴ്സിന്റെ മോഡ്യൂളിന്റെ കോസ്റ്റ്. അതുപോലെ തന്നെ റിസ്ക് ആൻഡ് മണി മാനേജ്മെന്റ് മോഡ്യൂൾ 5,999 റുപ്പീസിന്റെ കോഴ്സും നമ്മൾ ഈ കോഴ്സിന്റെ ഒപ്പം ബോണസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ മൊത്തം നോക്കുവാണെങ്കിൽ ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്ററി 9999, ടെക്നിക്കൽ അനാലിസിസ് മോഡ്യൂൾ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, അതിന് 9999, റിസ്ക് ആൻഡ് മണി മാനേജ്മെന്റ് മോഡ്യൂൾ 5,999. ഇതെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കാതെ നമ്മൾ നോക്കുവാണെങ്കിൽ 25,997 ആണ് കോഴ്സ് പ്രൈസ് വരുന്നത്. അത് മാക്സിമം റെഡ്യൂസ് ചെയ്ത് 4,199 റുപ്പീസിന് ഉള്ളിലാണ് നമ്മൾ ചാർജ് ഒരു സ്റ്റുഡന്റിൽ നിന്ന് ഈടാക്കുന്നത്. പിന്നെ ഇനിയും ഇപ്പോൾ ബഡ്ജറ്റ് ഒക്കെ കഴിഞ്ഞ് കോഴ്സിന്റെ പ്രൈസ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ പ്രൈസിൽ തന്നെ ജോയിൻ ചെയ്യാൻ നോക്കാം. ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ആയ ഇമെയിൽ ID, ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. അതുവഴി കോൺടാക്ട് ചെയ്ത് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി. വാട്സ്ആപ്പ് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ച് ഇൻഡെപ്ത് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വിളിച്ച് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്ത് ഈ ഓഫറിൽ തന്നെ കോഴ്സ് ഗ്രാബ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ഓപ്ഷൻസ് ചെയ്യുന്നവർക്ക് ചെറിയ ചെറിയ പ്രോഫിറ്റോട് കൂടി മുകളിലോട്ട് പോയി അവസാനം ഒറ്റ ട്രേഡോട് കൂടി പെട്ടെന്ന് ലോസ് സംഭവിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ, ഓവർ ട്രേഡ് ചെയ്ത് പെട്ടെന്ന് വലിയ നഷ്ടങ്ങൾ വരുത്തുന്നവരാണെങ്കിൽ ഒക്കെ ഈ കോഴ്സ് നിങ്ങൾക്ക് കറക്റ്റ് കോഴ്സ് ആയിരിക്കും. നിങ്ങൾക്ക് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ബിഗിനർ മുതൽ പ്രോ ലെവൽ വരെ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്ത് പഠിക്കാൻ പറ്റും. ഗ്യാപ്പ് വന്നാൽ എങ്ങനെ പെർഫോം ചെയ്യണം, ഗ്യാപ്പ് ഡൗൺ വന്നാൽ എങ്ങനെ പെർഫോം ചെയ്യണം, എങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്യും, പാറ്റേൺസ് എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും. ഓൺലൈൻ ഓഫ്ലൈൻ പിന്നെ ലൈവ് ക്ലാസ്സസും ഉണ്ട്, ഓൺലൈൻ ക്ലാസ്സസും ഉണ്ട്. അപ്പോൾ റെക്കോർഡഡ് ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിൽ വന്ന് ജോയിൻ ചെയ്ത് ഇതൊക്കെ പഠിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള ഇതിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രൈഡേ സാധാരണ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും അനാലിസിസ് ആണ് ചെയ്യാറ്. അപ്പോൾ മിഡ് ക്യാപ്പ് ആൻഡ് സ്മോൾ ക്യാപ്പ് അനാലിസിസ് ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് വീക്ക്ലി ടൈം ഫ്രെയിമിലോട്ട് ഷിഫ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇതൊക്കെയായിരുന്നു
നമ്മുടെ ചാനലിൽ മാർക്ക് ചെയ്തിരുന്ന ന്യൂ ട്രേഡിംഗ് ട്രെൻഡ്സ് ആയിരുന്നു ചാനലിന്റെ പേര്. അത് കുറച്ച് നാളത്തേക്ക് ഞാൻ പറഞ്ഞ പോലെ നിർത്തി വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ ഫില്ലി ടോക്സിലായിരിക്കും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടുന്നത്. ഇത് കഴിഞ്ഞ ആഴ്ച ഞാൻ ന്യൂ ട്രേഡിംഗ് ട്രെൻഡ്സിൽ ചെയ്ത അനാലിസിസ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഫോം ചെയ്ത ക്യാൻഡിൽ വീക്ക്ലി ടൈം ഫ്രെയിമിലാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഫോം ചെയ്ത ക്യാൻഡിലും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. ഈ ആഴ്ച ഫോം ചെയ്ത ക്യാൻഡിലും ഇന്ന് ഫ്രൈഡേ ക്ലോസിംഗോടെ ഫോം ചെയ്ത ക്യാൻഡിൽ ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 250 പോയിന്റ്സ് ഗ്യാപ്പ് ഉണ്ടായിരുന്നത് ഇപ്പോൾ താഴത്തോട്ട് വന്ന് കുറഞ്ഞ് ഇനി കുറച്ചും കൂടിയേ ഗ്യാപ്പ് ക്ലോസ് ആകാനുള്ള ഒരുവിധം ഗ്യാപ്പ് ഒക്കെ ഇന്നത്തെ ഡൗൺവേർഡ് മൂവ്മെന്റോട് കൂടി നമ്മുടെ നിഫ്റ്റി മിഡ് ക്യാപ്പിൽ ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയുള്ള ബാക്കിയുള്ള മെഷർമെന്റ് ഒന്ന് ജസ്റ്റ് മെഷർ ചെയ്ത് വെക്കാം. അപ്പൊ ഇനിയിപ്പോ ബാക്കി മെഷർമെന്റ് ഗ്യാപ്പ് ക്ലോസ് ആകാനുള്ളത് ഏകദേശം 112 പോയിന്റ്സ് ആണ്. 112 പോയിന്റ്സേ ഇനി ക്ലോസ് ചെയ്യാനുള്ളൂ. ബാക്കിയെല്ലാം ക്ലോസ് ആയി. അപ്പോൾ ഇന്നത്തെ ഫ്രൈഡേ ക്ലോസിംഗ് വെച്ച് തന്നെ നമുക്ക് ഈ ആഴ്ചത്തെ വീക്ക്ലി അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഫ്രൈഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ. ഏകദേശം 12,517 ആണ് ഇന്നത്തെ ഫ്രൈഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈ സെൽ വാല്യൂ വന്നിരിക്കുന്നത് ഏകദേശം 12,517.30, നെഗറ്റീവ് 271 പോയിന്റ്സ് ഡൗൺ. നല്ല ബെയറിഷ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് 2.12% എന്ന് പറയുമ്പോൾ ഒരു 2% കൂടുതൽ ഡൗൺവേർഡ് മൂവ്മെന്റ് ഇന്ന് മാർക്കറ്റ് നടത്തിയിട്ടുണ്ട്. അത് നമ്മൾ പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഞാനിപ്പോ പറഞ്ഞ ഗ്യാപ്പ്, ഓക്കെ, അപ്പൊ ആ ഗ്യാപ്പും കൂടി ഞാൻ ഇവിടെ വരച്ചിട്ടേക്കാം. 112 പോയിന്റ്സ് ഗ്യാപ്പാണ് നമുക്ക് ഇനി ഫില്ല് ചെയ്യാനുള്ളത്. അപ്പൊ ഇത് വെച്ചാണ് നമുക്ക് ബാക്കിയുള്ള അനാലിസിസിലോട്ട് കടക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇനി വീക്ക്ലി ലെവൽസ് നോക്കുവാണെങ്കിൽ നമുക്ക് നോക്കാനുള്ള ആദ്യമേ തന്നെ ഇപ്പോഴത്തെ ലെവൽ, നമ്മൾ ട്രേഡ് ചെയ്യുന്ന ലെവൽ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ലെവൽ ഞാനൊന്ന് ജസ്റ്റ് ഇത് വരച്ച് കാണിക്കാം. അതായത് ഈ ലെവൽ, ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ലെവലാണ്. കാര്യം ഇത് എടുത്തു പറയാൻ ഒരു കാര്യമുണ്ട്. ഞാൻ ജസ്റ്റ് മിനിമൈസ് ചെയ്ത് കാണിച്ചു തരാം. ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാനാണ് ഞാൻ മിനിമൈസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഒരു 11th November 2004 വീക്ക്ലിയിൽ വെച്ചാട്ടോ ഞാൻ പറയുന്നത്. ഒരു 11th November ആ വീക്കിൽ നമുക്ക് ഒരു ഫോള് വന്നതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഫോളോ ചെയ്ത് ഞാനിവിടെ മാർക്ക് ചെയ്തത് ഏകദേശം 1393 പോയിന്റ്സ് ആണ് ഡൗൺവേർഡ് മൂവ്മെന്റ് വന്നത്. അത് കഴിഞ്ഞ് പിന്നത്തെ ഫോള് വന്നത് നമ്മുടെ യുക്രൈൻ വാർ ഒക്കെ വന്നപ്പോഴാണ് പിന്നത്തെ ഒരു ഫോള് വന്നത്. അപ്പോൾ ആ സമയത്ത് ഈ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ലെവലായിട്ട് മാർക്കറ്റിൽ വളരെ ഇമ്പോർട്ടന്റ് ലെവലായിട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തു. അത് മാത്രമല്ല പലതവണ ഇവിടെ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുകയും ചെയ്തു. കണ്ടോ, ഇവിടെ പലതവണ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തു. ഗ്യാപ്പ് അപ്പ് ആയിട്ടും പിന്നെ റെസിസ്റ്റൻസ് ലെവലായിട്ടും ഒക്കെ പലതവണ സപ്പോർട്ട് എടുത്തു. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ലെവലാണ്. അത് മാത്രമല്ല ആ ലെവലാണ് ഇപ്പോൾ ബ്രേക്ക് ഔട്ട് ചെയ്ത് നമ്മുടെ ഇവിടെ താഴെ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 12,517 വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴെ 12,151 വന്ന് ക്ലോസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ലെവല് വളരെ സീരിയസ് ലെവലായിട്ട് കാണണം. അതുകൊണ്ട് ഇനി നമുക്ക് ആ ഒരു ലെവലിന്റെ ആവറേജ് വെച്ച് നോക്കണമെങ്കിൽ നമുക്ക് ഇനി നോക്കാവുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടൊരു റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 13,000 ആയിട്ട് വരും. ഇത് വീക്ക്ലി റെസിസ്റ്റൻസ് ആണ് 13,000. ഈ ഒരു ലെവൽ എടുക്കാൻ ഒരു കാരണമുണ്ട്. കാര്യം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലും പലതവണ വീക്കില് റെസ്പെക്ട് ചെയ്ത്, വീക്ക്ലി ക്യാൻഡിൽസ് ആണെന്ന് നോക്കണം. അപ്പൊ പലതവണ വീക്ക്ലിയിൽ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയും റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിൽ വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഉള്ള ഈ ഒരു ലെവലിൽ നിന്ന് ഞാൻ പറഞ്ഞു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് ഫോം ചെയ്തേക്കണേന്ന്. ഇവിടെ നിന്നൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്താൽ മാർക്കറ്റ് ഇവിടെ നിന്ന് ബുൾ സൈഡിലോട്ട് പോകുന്നതായിരിക്കും. നമുക്ക് ഇവിടെ നിന്ന് ഒരു ബുള്ളിഷ് മൂവ് കിട്ടുന്നതായിരിക്കും. പക്ഷെ ശ്രദ്ധിക്കുക, ഈ 13,000 ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ നെക്സ്റ്റ് ലെവൽ ബുള്ളിഷിലോട്ട് മൂവ് ചെയ്യുള്ളൂ. അതേസമയം മാർക്കറ്റ് ഇവിടെ വന്ന് ഈ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യുവാണെങ്കിൽ, മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഒരു സ്ട്രോങ് റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യണമെങ്കിൽ പിന്നെ മാർക്കറ്റ് ഇവിടെ നിന്ന് താഴ്ത്തോട്ട് വീക്ക്ലിയിൽ, അതായത് ഇൻട്രാഡേയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഷോർട്ട് ടേമിന്റെ കാര്യമോ പറയുന്നത്, വീക്ക്ലിയിൽ ഇവിടെ നിന്ന് താഴ്ത്തോട്ട് റിവേഴ്സ് ചെയ്യുന്നതായിരിക്കും. വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽ വീക്ക്ലിയിൽ വരാൻ പോകുന്നത് 12,000 എന്ന് പറയുന്ന ലെവലാണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാം. 12,000 ഇമ്പോർട്ടന്റ് ലെവലാണ്. സപ്പോർട്ട് വെച്ച് നോക്കാൻ നേരത്ത് ഇതായിരിക്കും വീക്ക്ലി സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ മറ്റേത് ഒന്ന് മാർക്ക് ചെയ്തോട്ടെ. അതായത് നമ്മുടെ വീക്ക്ലി റെസിസ്റ്റൻസ് 1 ഇത് 13,000 വരും.
ഇതായിരിക്കും വീക്ക്ലി റെസിസ്റ്റൻസ് 1. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ നമുക്ക് ഇനിയൊരു ഏതെങ്കിലും ഒരു സൈഡിലോട്ടുള്ള മൂവ്മെന്റ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു സോണിൽ ഇനി അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ആയിരിക്കും നടക്കുന്നത്. താഴത്തോട്ട് ബ്രേക്ക് ഔട്ട് ആവണമെങ്കിൽ ഇവിടെ 1 അവർ ബെയറിഷ് ക്യാൻഡിൽ കൺഫർമേഷൻ ഇൻട്രാഡേയിൽ 1 അവർ ടൈം ഫ്രെയിമിൽ കിട്ടണം. എന്നാൽ മാത്രമേ ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ആവുള്ളൂ. അല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ഒരു ക്യാൻഡിൽ നമ്മുടെ ഇൻട്രാഡേയിൽ ഫോം ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് റിവേഴ്സ് ചെയ്യുന്നതായിരിക്കും. മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് മിക്കവാറും ഈ 112 പോയിന്റ്സ് ഗ്യാപ്പ് ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു ഇത്രയും കൂടി താഴത്തോട്ട് പോയിട്ട് റിവേഴ്സ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ക്യാൻഡിൽ കൺഫർമേഷൻ, ക്യാൻഡിൽ എങ്ങനെയാണ് ഫോം ചെയ്യണമെന്ന് വളരെ ഉറപ്പായിട്ട് നോക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്നൊരു കൺഫർമേറ്ററി മൂവ്മെന്റ് കിട്ടുള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ ഇന്നത്തെ പെർഫോമൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ ഇന്ന് ഓഫ്കോഴ്സ് ബെയറിഷ് ആയതുകൊണ്ട് ടോപ്പ് ഗെയിനേഴ്സ് നിഫ്റ്റി 50യിൽ വന്നേക്കണം ONGC, വിപ്രോ, ഭാരതി എയർടെൽ, TCS, കോൾ ഇന്ത്യ, പവർ ഗ്രിഡ് എന്നിവയൊക്കെയാണ്. ലൂസേഴ്സിന്റെ ലിസ്റ്റ് ഇത്തിരി കൂടുതലാണ്. ശ്രീറാം ഫൈനാൻസ്, TMPV, റിലയൻസ്, ഇൻഡിഗോ, ബജാജ് ഫൈനാൻസ്, ഇറ്റേണൽ, SBI, Adani and HDFC Bank, Bajaj Finance SV, Hindustan Liver, Richer Motor, M&M, Asian Paint, Adani Ports, Maruti, Geo Finance, JSW Steel, LT, Trend എന്നിവയൊക്കെയാണ് ടോപ്പ് ലൂസേഴ്സ് വന്നേക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ വരുവാണെങ്കിൽ ഗെയിനേഴ്സ് ആരും ഇല്ല. നമുക്ക് അഫ്കോഴ്സ് അറിയാം 1000 പോയിന്റ്സിന്റെ അബവ് ആണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡൗൺവേർഡ് മൂവ്മെന്റ്. അതുകൊണ്ട് ലൂസേഴ്സ് ആണ് എല്ലാം ഉള്ളത്. കൊഡാക് ബാങ്ക്, ആക്സിസ് ബാങ്ക്, ICICI, യൂണിയൻ, യെസ്, IDFC, ഫസ്റ്റ് ബാങ്ക്, AU ബാങ്ക്, HDFC ബാങ്ക്, ഇൻഡസ് ബാങ്ക്, SBI ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, PNB ബാങ്ക്, കാനറ ബാങ്ക്. ഇതിനകത്ത് കാനറ ബാങ്ക് ആണ് ഏറ്റവും ബെയറിഷ് ആയിട്ട് പെർഫോം ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് നിഫ്റ്റി സ്മോൾ ക്യാപ്പിലോട്ട് നോക്കാം. അപ്പൊ സ്മോൾ ക്യാപ്പിൽ നോക്കാൻ നേരത്ത് ഇവിടെ കാണാവുന്നത് 14,000 വീക്ക്ലി സപ്പോർട്ട് 2 ബ്രേക്ക് ഔട്ട് ആയില്ല. പക്ഷേ നമ്മുടെ വീക്ക്ലി സപ്പോർട്ട് 1 ബ്രേക്ക് ഔട്ട് ആയി, നല്ലോണം ബ്രേക്ക് ഔട്ട് ആയി. അത് മാത്രമല്ല ഞാനിവിടെ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ആഴ്ചയിൽ മറ്റേ ചാനലിൽ ഞാൻ പറഞ്ഞിരുന്നു, അതായത് ഇവിടെ ബ്രേക്ക് ഔട്ട് ആയി ഇവിടെ ഒരു ഗ്രീൻ കാൻഡിൽ ഫോർമേഷൻ ഉണ്ടാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും പുള്ളപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ 14,000 വീക്ക്ലി സപ്പോർട്ട് 2 ഏകദേശം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 142 വന്നപ്പോഴേക്കും മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാൻ തുടങ്ങി. 14,655 വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് വെച്ച് ബാക്കിയുള്ള അനാലിസിസ് നമുക്ക് ചെയ്യാം. അപ്പൊ ആദ്യമേ തന്നെ ക്ലോസിംഗ് മാർക്ക് ചെയ്തോട്ടെ. ഇവിടെ ക്ലോസിംഗ് വന്നിരിക്കുന്ന ലെവൽ എന്ന് പറയുന്നത് 14,655 ആണ്. ഇന്നത്തെ ഫ്രൈഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് 14,655.35, നെഗറ്റീവ് 281.85 പോയിന്റ്സ് ഡൗൺ, നെഗറ്റീവ് 1.89% ഡൗൺവേർഡ് മൂവ്മെന്റ്, ഏകദേശം 2% അടുത്ത് ഡൗൺവേർഡ് മൂവ്മെന്റ് നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഇനി നോക്കാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 14,000 എന്ന ലെവലാണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാം. 14,000 ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ഒരു ലെവൽ ഞാൻ കഴിഞ്ഞ ആഴ്ചയെ മാർക്ക് ചെയ്തിരുന്നു. ഈ 14,000 ആ ഒരു ലെവല് ആണ് വന്നിട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് റീട്രേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീക്ക്ലി സപ്പോർട്ട് 1 14,000 ആയിട്ട് സ്മോൾ ക്യാപ് നിഫ്റ്റിയിൽ ആക്ട് ചെയ്യും. ഇത് ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ വരാൻ പോകുന്നത് 13,000 എന്ന ലെവലാണ്. ഞാൻ ഇവിടെ മാർക്ക് ചെയ്തോട്ടെ. 13,000 ഇതായിരിക്കും വീക്ക്ലി സപ്പോർട്ട് 2 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് ലെവലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെയും 1 അവർ ടൈം ഫ്രെയിമിൽ 1 അവർ കാൻഡിൽ കൺഫർമേഷൻസ് എടുക്കുക. അഥവാ ഈ ഒരു 1 അവർ ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മാർക്കറ്റ് പിന്നെയും ഡൗൺവേർഡ് പോകുന്നതായിരിക്കും. അതേസമയം ഇങ്ങനെ ഡൗൺവേർഡ് പോകുന്ന സമയത്ത് ഇവിടം കൊണ്ട് ഒരു ബുള്ളിഷ് കാൻഡിൽ ഫോം ചെയ്യുവാണെങ്കിൽ, അതായത് ഇന്ന് നടന്ന പോലെ ഒരു ബുള്ളിഷ് കാൻഡിൽ വീക്ക്ലിയിൽ ഫോം ചെയ്യുകയാണെങ്കിൽ, വീക്ക്ലിയിൽ ആണെങ്കിലും ഷോർട്ട് ടേമിലാണെങ്കിലും 1 അവറിൽ ഇൻട്രാഡേയിൽ ബുള്ളിഷ് കാൻഡിൽ ഫോം ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുന്നതായിരിക്കും. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്കറ്റ് ഇവിടം വരെ എത്തിയിട്ട് മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് ചെയ്യുന്നതായിരിക്കും. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അത് മാത്രമല്ല ഇപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് കാണേണ്ട റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 16,000 എന്ന റെസിസ്റ്റൻസ് ലെവലാണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാം. 16,000 ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്യും. കാര്യം ഇതൊരു സോൺ ആയിട്ട് നമ്മൾ കാണണം. ഞാനൊന്ന് മിനിമൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ഞാൻ സോൺ ആയിട്ട് കാണണമെന്ന് പറയുന്നത്. ഓർക്കണം, ഇത് വീക്ക്ലി ചാർട്ടാണ്. ഓരോ ക്യാൻഡിലും വീക്കാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അത് വെച്ച് നോക്കാൻ നേരത്ത് ഉണ്ടോ, ഇവിടെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ 3 തവണ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ പലതവണ സൈഡ് വേസ് പോലെ കാൻഡിൽസ് അവിടെ തന്നെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്പോർട്ടന്റ് ലെവലാണ്, ബ്രേക്ക് ഔട്ട് ചെയ്യേണ്ട ലെവലാണ് 16,000. ഇത് വീക്ക്ലി റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യും. ഇത് ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ നമുക്ക് സ്മോൾ ക്യാപ്പിൽ ഇവിടെ നിന്ന് ഒരു ബുള്ളിഷ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഒരു ചെറിയ റീട്രേസ്മെന്റ് ഒക്കെ ഉണ്ടാവും, എന്നിട്ട് അവിടെ നിന്ന് ബുള്ളിഷ് ഉണ്ടാവും. അപ്പോൾ ഇവിടെയും നോക്കേണ്ടത് 1 അവർ ബുള്ളിഷ് കാൻഡിൽ കൺഫർമേഷൻ ആണ്. അതേസമയം ഇവിടെ എടുത്തു പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ സ്മോൾ ക്യാപ് നിഫ്റ്റിയിൽ ഇത് ഫോം ചെയ്തേക്കുന്നത് ഒരു ഡോജിയാണ്. അപ്പൊ ഡോജിയുടെ കേസ് ആണെങ്കിലും നോൺ ഡയറക്ഷണൽ ക്യാൻഡിൽ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്താൽ മാത്രമേ ഇനി ഇവിടെ നിന്നുള്ള ഒരു ബുള്ളിഷ് മുകളിലോട്ടുള്ള മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് ഒരു മുകളിലോട്ടുള്ള ഒരു മൂവ്മെന്റ്. ഇതിന്റെ ഇടയിൽ ഇവിടെ മുകളിലോട്ട് മൂവ് ചെയ്യുന്നത്, വീക്ക്ലിയിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ഇൻട്രാഡേയിൽ 1 അവറിൽ ഒരു ബെയറിഷ് കാൻഡിൽ ഫോം ചെയ്യുവാണെങ്കിൽ ആ ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുന്നതായിരിക്കും.
ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി ഞാനിപ്പോൾ പറഞ്ഞത് ബാക്ക്വേർഡ് അടിച്ച് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത്. അപ്പോൾ വളരെ സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. കാര്യം വാർ ഇപ്പോഴും ഒരു എൻഡ് സിറ്റുവേഷനിലോട്ട് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇതുപോലെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ഉണ്ടാവും, ഗ്യാപ്പ് അപ്പ് ഉണ്ടാവും, ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവും. അപ്പോൾ ആ വോളറ്റൈൽ മാർക്കറ്റ് മിഡ് ക്യാപ്പിലാണെങ്കിലും സ്മോൾ ക്യാപ്പിലാണെങ്കിലും ബാക്കി ഇൻഡെക്സുകളിലും ഉണ്ടാവും. ഇതുവരെ ഞാനിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നത് 5 മണിക്കാണ്. അപ്പോഴും വാറിനെ കുറിച്ച് ഒരു നിർത്തലാക്കൽ എന്നൊരു ന്യൂസ് വന്നിട്ടില്ല. ഇപ്പോഴും ഡിസ്കഷൻസ് നടക്കുന്നേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇങ്ങനെ വോളറ്റൈൽ ആയിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ. വാർ ആ ദിവസം ഏത് ദിവസമാണ് സ്റ്റോപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ ആ ദിവസം മാർക്കറ്റിന് നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ് കിട്ടുന്നതായിരിക്കും, നല്ലൊരു പുള്ളപ്പ് കിട്ടുന്നതായിരിക്കും. അപ്പൊ ആ ഒരു ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യുക. കാര്യം അവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ചു പിടിച്ച് കയറുന്നതായിരിക്കും, നോർമലായിട്ട് നല്ലൊരു ഹൈപ്പ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ മാർക്കറ്റ് അനലൈസ് ചെയ്യണമെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്റർ എന്ന കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട്. അതുവഴി കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സിനുള്ള കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞതിന് ശേഷം കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് 2000+ സ്റ്റുഡൻസ് ഓൾ ഓവർ ദ വേൾഡ് ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ സ്റ്റുഡൻസിന്റെ ഒപ്പം ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഞാൻ അപ്പോൾ ഒരു സെബി രജിസ്റ്റേർഡ് ഓഫീസർ അല്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന അനാലിസിസ് എൻ്റെ എക്സ്പീരിയൻസും ടെക്നിക്കൽ അനാലിസിസ് തിയറിയും പ്ലസ് മാർക്കറ്റ് ന്യൂസ് അപ്ഡേറ്റ്സും കമ്പൈൻ ചെയ്ത് പറയുന്ന അനാലിസിസ് ആണ്. അത് 100% കറക്റ്റ് ആണോ എന്നില്ല, എനിക്കും തെറ്റുപറ്റാം. പിന്നെ ഞാൻ ഒരു സ്റ്റോക്കോ കമ്പനിയോ ഒരു സ്റ്റോക്ക് ബ്രോക്കറെയോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ വീഡിയോ കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. ഇതിനകത്ത് എൻ്റെ ചാനലിൽ ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് വഴി ഏത് മെയിൻ ആയിട്ടുള്ള ഇൻഡെക്സസ് ലൈക്ക് നിഫ്റ്റി 50, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എങ്ങനെ നമുക്ക് അനാലിസിസ് ചെയ്യാം എന്ന് വരച്ച് അനലൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ചാനലാണ്. വേറെ സ്റ്റോക്ക് ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് ഓഫീസറോടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു, ബൈ. നാളെ 9 മണിക്കും 10:30ക്കും ഇടയിൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നാളത്തെ അനാലിസിസ്ക്ക്. അതുവരേക്കും താങ്ക് യു, ബൈ. ഹാവ് എ നൈസ് ഡേ, ഹാവ് എ ഗുഡ് നൈറ്റ്.